അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സവോളയും 3 പച്ചമുളകും കൂടി എടുത്തു വെച്ചിരിക്കുന്നത്. വേറെ കഷ്ണങ്ങളൊന്നുമില്ല, ഈ സവോളയും പച്ചമുളകും മാത്രം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ആ സവോളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പച്ചമുളകും ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് നടുകെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് തേങ്ങ അരച്ചെടുക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 അല്ലി ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ തേങ്ങ അരച്ചതും കൂടി ഒന്ന് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചോറിൻ്റെ ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി തൈരും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരു പാത്രത്തിൽ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചതിലേക്ക് നമുക്ക് ഇത്തിരി ഉലുവ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഇട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇടണമായിരുന്നു. ഞാനത് പക്ഷേ മറന്നുപോയി. എന്നിട്ട് ഞാനത് വറവിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, കറിയിലേക്ക് വറവിട്ടിട്ടുണ്ട്. പക്ഷേ മുളക് പൊടി ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ വീണ്ടും അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു കാണാനും കൂടി ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കഷ്ണങ്ങളൊന്നും ഇടാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.